140 മണ്ഡലങ്ങളുമായിട്ട് ന്യൂസ് വൺ ഗുരുവായൂർ പ്രയാണം തുടരുകയാണ്. ഇന്ന് തെക്കൻ ജില്ലയിലെ പത്തനാപുരത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ കഴിയുമോ? KB ഗണേഷ് കുമാർ ഇനിയും മത്സരിച്ചാൽ അവിടെ വലിയ വിജയത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണോ തെളിയുന്നത്? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? 100% പറയാം. KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കാരണം അദ്ദേഹം MLA എന്ന രീതിയിൽ ജനകീയനാണ്. 2 മിനിസ്റ്റർ എന്ന രീതിയിൽ കേരളത്തിൽ മൊത്തത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ നല്ല പെർഫോമൻസ് അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ 2021 ഇലക്ഷൻ റിസൾട്ടിനെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, പത്തനാപുരത്തിന്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാവും. 2021 49.1% വോട്ടാണ് ആർക്ക് കിട്ടിയത്? ഗണേഷ് കുമാറിന് കിട്ടിയത്. അപ്പോൾ ഗണേഷ് കുമാറിന്റെ എതിരാളി കോൺഗ്രസിലെ ജ്യോതികുമാർ ചാമക്കാല, അദ്ദേഹത്തിന് 38.64%. 11% ഡിഫറൻസ്. അപ്പോൾ നമ്മൾ വോട്ട് നോക്കുകയാണെങ്കിൽ 67,276 വോട്ട് ഗണേഷ് കുമാറിന് കിട്ടിയപ്പോൾ 52,940 വോട്ടാണ് ആർക്ക് വന്നത്? ഈ ചാമക്കാലക്ക്. അപ്പൊ ജ്യോതികുമാർ ചാമക്കാലക്ക് അവിടെ ഒരു ഗണേഷ് കുമാറിനെതിരെ ഒരു ശക്തമായ ഒരു പോരാട്ടം നടത്താൻ സാധിച്ചില്ല. അതിന്റെ കാരണം അവിടെ സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ അല്ല. പത്തനാപുരത്ത് ഇപ്പോ ആക്റ്റീവായിട്ട് ജ്യോതികുമാർ ചാമക്കാല ഉണ്ടെന്നാണ് കേൾക്കുന്നത്. വീണ്ടും ചാമക്കാലക്ക് സാധ്യതയുണ്ട്. മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ അദ്ദേഹത്തിന് ഓൾറെഡി ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, താങ്കളവിടെ ഫീൽഡ് വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ജ്യോതികുമാർ ചാമക്കാല പ്രശ്നം ചെയ്യാൻ ആദ്യം അദ്ദേഹം മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു പുതുമുഖം കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രദേശം അല്ലാന്ന് തോന്നുന്നത് അത് ചാമക്കാല എന്നുള്ളത്, ജ്യോതികുമാർ ചാമക്കാലയുടെ പത്തനാപുരം. അപ്പൊ അദ്ദേഹം ഇപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എന്താണ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ, അതിന് മുമ്പത്തെ ഇലക്ഷനിൽ ജഗദീഷ് ആയിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി. ഈ ജഗദീഷ് സ്ഥാനാർത്ഥി ഗണേഷ് കുമാറിനെതിരെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത ജഗദീഷിനെ പോലത്തെ സിനിമ നടന്ന 2016 കൊടുത്തു നിർത്തിയപ്പോൾ തന്നെ ഗണേഷ് കുമാറിന് കിട്ടിയൊരു വിജയം ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്തു, ഗണേഷ് കുമാർ അങ്ങനെ ഉണ്ടല്ലോ, ആ ഒരു ഘട്ടത്തിലാണ് ആര് വരുന്നത്, ജ്യോതികുമാർ അവിടെ മത്സരിക്കാൻ വരുന്നത്. അപ്പൊ പത്തനാപുരം മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് അവിടെ ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. അവിടെ BJPയുടെ വോട്ട് നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ BJPക്ക് എല്ലാ മണ്ഡലത്തിലുള്ള പോലെ 9% വോട്ടൊക്കെയാണ് ഏവറേജ് അവിടെ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ജിതിൻ ദേവ് എന്ന BJPയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് 12,398 വോട്ടാണ് അവിടെ ലഭിച്ചത്. ഇതാണ് പത്തനാപുരത്തിന്റെ ഒരു 2021 കണക്കെങ്കിൽ. 2016 നമ്മളിതിനെ ഒന്ന് പോവുകയാണെങ്കിൽ 2016 52.4% വോട്ടാണ് ഗണേഷ് കുമാർ നേടിയത്. അന്ന് സ്ഥാനാർത്ഥി ജഗദീഷാണ്. അപ്പൊ ജഗദീഷിന് 35% വോട്ടാണ് ജഗദീഷിന് കിട്ടിയത്. പക്ഷെ ജ്യോതികുമാർ വന്നപ്പോ വോട്ടിംഗ് പെർസെന്റേജ് കൂട്ടിയിട്ടുണ്ട്, ഗണേഷ് കുമാറിനെ കുറച്ചിട്ടുണ്ട്. BJPക്ക് അതിനെ 8.24% എന്നുള്ള രീതിയിലാണ് അവിടെ വോട്ട് വന്നത്. അപ്പൊ 2011 നമ്മൾക്ക് പോകണം, അവിടെയും ഗണേഷ് കുമാറാണ്. 2011 ഗണേഷ് കുമാറാണ് ജയിക്കുന്നത്. അവിടെ 55.64% വോട്ട്. അപ്പൊ താരതമ്യേന ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 55 നിന്ന് 49 അല്ല 55 നിന്ന് 52 52 നിന്ന് 49 49 നിന്ന് ജ്യോതികുമാർ ചാമക്കാല പിടിച്ചെടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ ഇപ്പൊ പറയാനുള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് 2011 ഗണേഷ് കുമാർ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടെ മത്സരിക്കുന്നത്. അന്ന് അവിടെ CPM ആണ് എതിർ സ്ഥാനാർത്ഥി വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അവിടുത്തെ എഫക്ട് എന്നുള്ളത്, ഘടകം എന്നുള്ളത് ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാർ UDF ആയിട്ട് മത്സരിച്ചാലും LDF ആയിട്ട് മത്സരിച്ചാലും അദ്ദേഹത്തിന് നല്ല വോട്ടാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്. അല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജനകീയത കുറയുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 55 നിന്ന് 49 എത്തി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറയുന്നു, ഇനിയും ജ്യോതികുമാർ ചാമക്കാല അത്രയും ആക്റ്റീവായിട്ട് മണ്ഡലത്തിലുണ്ട് എങ്കിൽ ഒരു ചാൻസ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 55% അദ്ദേഹത്തിന് കിട്ടിയതിൽ നിന്ന് അന്ന് UDFന്റെ സ്ഥാനാർത്ഥിയിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് 2011. അപ്പൊ 2011, 2016, 2021 വരുമ്പോ 2021 ഇപ്പോ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ കൂടെയാണുള്ളത് ഗണേഷ് കുമാർ. 2026 അല്ല, ഇതില് നമ്മളെ ഒരു കാര്യം കൂടെ നോക്കുക, പാർലമെന്റ് കൂടിയും നമുക്കൊന്ന് ചെക്ക് ചെയ്യാന്ന് തോന്നുന്നു. ഈ